ഹലോ വെൽക്കം ടു ഫ്ലിക് ബഡ്സ്. ഈ വീക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മാർവൽ ഫാൻ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തേത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമ കണ്ടവരൊക്കെ പറയുന്നു അടിപൊളിയാണെന്ന്, ഞാനും പറയുന്നു കിടിലമാണെന്ന്. ഞങ്ങളുടെ റിവ്യൂ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. പിന്നീട് വന്ന ന്യൂസ് സാന്റിയാഗോ കോമിക്കോണിൽ മാർവലിൻ്റെ പാനലിൽ റിവീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. വളരെ കുറച്ച് ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യത്തേത് മാർവലിൻ്റെ അടുത്ത സിനിമ ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്. സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻറ്റിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഫാൽക്കൺ ഹീസ് നൗ ദി ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ ആളുണ്ട്. Harrison Ford is coming into the MCU as Thaddeus Ross, General Ross, and Red Hulk ആണ്. പിന്നെ സർപ്പൻ സൊസൈറ്റി, പിന്നെ ദ ലീഡർ, അതായത് ഇൻക്രെഡിബിൾ ഹൾക്കിൽ ഉണ്ടായിരുന്ന തല വലുതായിട്ട് പോകുന്ന, അതായത് നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ സിറം ബ്ലഡ് വെച്ച് കണ്ടാമിനേറ്റ് ആയിട്ട് കുറച്ച് മ്യൂട്ടേഷൻസ് നടക്കുന്ന ആൾ ഹീസ് കമ്മിങ് ബാക്ക്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ കോൾ ബാക്സ് വരെ ഈ സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ഒരു കുറച്ച് ഫുട്ടേജും അവർ പുറത്ത് വിടുന്നുണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് ഫുട്ടേജ് അതർ ദാൻ ദി ട്രെയിലർ. അപ്പോൾ അതൊക്കെയാണ് ബ്രേവ് ന്യൂ വേൾഡിൻ്റെ കാര്യങ്ങൾ. ആൻഡ് എസ്പെഷ്യലി ഇതിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഹാരിസൺ ഫോർഡ് തന്നെയാണ്. ബിക്കോസ് ഹാരിസൺ ഫോർഡ് ഇൻഡ്യാന ജോൺസ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ക്യാരക്ടർ പ്ലസ് സ്റ്റാർ വാർസിലെ ഹാൻ സോളോ, ഇതൊക്കെ മതി ഹാരിസൺ ഫോർഡ് എന്ന് പറയുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ലെജൻഡിൻ്റെ MCU എൻട്രൻസ് എത്ര സ്പെഷ്യൽ ആവുമെന്ന് നമുക്ക് ജസ്റ്റ് ഊഹിക്കാം. അപ്പോൾ അതായിരുന്നു ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്. രണ്ടാമത് വന്നത് തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന സിനിമ. തണ്ടർ ബോൾട്ട്സ് എന്ന് പറയുന്നത് കോമിക്സിൽ ഈ ജനറൽ റോസ്, അതായത് ഹാരിസൺ ഫോർഡ് ഇൻസൈഡ് ദി MCU ആള് അസംബിൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ ഹീറോസ് ആണ്. അതിനകത്ത് ഇതുവരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബ്ലാക്ക് വിഡോ, അതായത് സ്കാർലറ്റ് ജോഹാൻസൺ അല്ല, നമ്മുടെ ബ്ലാക്ക് വിഡോ മൂവിയിൽ കണ്ട ആള്, ഷീസ് ദർ. പിന്നെ വിന്റർ സോൾജർ ഉണ്ട്. ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ നമ്മൾ ഫാൽക്കൺ ഹി ബിക്കംസ് ക്യാപ്റ്റൻ അമേരിക്ക. വിന്റർ സോൾജറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഹി ഈസ് ജോയിനിങ് ദ തണ്ടർ ബോൾട്ട്സ്. പിന്നെ അത് മാത്രമല്ലാതെ ബ്ലാക്ക് വിഡോ മൂവിയിൽ കണ്ടിരുന്ന കുറച്ച് ആൾക്കാർ, ആൻഡ് ഐ തിങ്ക് യങ് ഹോക്കായിൽ വന്നിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരിയും ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നു. തണ്ടർ ബോൾട്ട്സിൽ കാസ്റ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുട്ടേജും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് അവഞ്ചേഴ്സിൻ്റെ നെക്സ്റ്റ് 2 പാർട്സ്, അത് ഡയറക്റ്റ് ചെയ്യുന്നത് റൂസോ ബ്രദേഴ്സ് തന്നെയാണ്. എൻ ഗെയിമും ഇൻഫിനിറ്റി വാറും ചെയ്തത് അവർ തന്നെയാണ്. സോ കൂടുതൽ പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. ആൻഡ് മേജർ ട്വിസ്റ്റേഴ്സ് കാങ് ഡൈനാസ്റ്റി, അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കാങ് ഡൈനാസ്റ്റി അല്ല, ഡൂംസ് ഡേ ആണ്. താനോസിന് ശേഷം MCUവിലെ ബിഗ് ബാഡ്, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരുന്നത് ഒരാളെ ബീറ്റ് ചെയ്യാനായിരിക്കില്ല, ഫൈനൽ ഷോ ഡൗൺ. കാരണം അയൺമാൻ 1 തൊട്ട് നമ്മുടെ എൻ ഗെയിം വരെ താനോസ് തന്നെയായിരുന്നു ഇവരുടെ മെയിൻ വില്ലൻ. താനോസിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് പരിപാടി മുഴുവൻ നടന്നത്. ഇൻഫിനിറ്റി സ്റ്റോൺസും താനോസുമായിട്ടുള്ള കണക്ഷൻ, ഇൻഫിനിറ്റി ഗൗൺലെറ്റ്, അതുപോലത്തെ കുറേ പരിപാടി, ഇൻഫിനിറ്റി സാഗ. അത് കഴിഞ്ഞാണ് ഈ മൾട്ടിവേഴ്സ് സാഗ തുടങ്ങിയത്. മൾട്ടിവേഴ്സ് സാഗ തുടങ്ങിയപ്പോഴത്തേക്ക് കാങ്ങിനെയാണ് ആദ്യം കൊണ്ടുവന്നത്. നമ്മുടെ ഏതിലായിരുന്നു കാങ് വന്നത്? ലോക്കിയിലൂടെയാണ് കാങ്ങിനെ നമുക്കറിയാം, ഹി ഹൂ റിമെയിൻസ്. പക്ഷേ സംഭവം എവിടെയാണ് തെറ്റുപറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് കാങ് എന്ന് പറയുന്ന ആക്ടർ, അപ്പോൾ പുള്ളിക്കാരൻ്റെ പുറത്ത് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് മാർവൽ ഹാഡ് ടു ഫയർ ഹിം. സോ അവർക്ക് കാങ്ങിനെ റീകാസ്റ്റ് ചെയ്യാനും പറ്റില്ല. ആൻഡ് മോറോവർ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയയിൽ ഈ കാങ്ങിന് ഒരു എൻട്രൻസ് വന്നപ്പോഴും അത് വളരെ വീക്കായിരുന്നു. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് അധികം കളക്റ്റ് ഒന്നും ചെയ്തില്ല. പടം വളരെ അവറേജ് ആയിട്ടുള്ള ഒരു ഗ്രോസർ ആയിരുന്നു. സോ മാർവൽ ഹാഡ് ടു അങ്ങനെ തിങ്ക് ചെയ്തിട്ടാണ് ദേ ആർ ബ്രിങ്ങിങ് ഡോക്ടർ ഡൂം എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവർ അടുത്ത ബിഗ് ബാഡായിട്ട് MCUവിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതാണ് അവഞ്ചേഴ്സ് ഡൂംസ് ഡേ. സീക്രട്ട് വാഴ്സിന് മാറ്റമൊന്നുമില്ല, അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഭഗവാനെ, സീക്രട്ട് ഇൻവേഷൻ. മാർവലുകാർ ഈ ഇടയ്ക്ക് കുറേ സീരീസും കുറേ സിനിമയും ഇങ്ങനെ അടിച്ചിറക്കിയതുകൊണ്ട് പലതും നമുക്ക് മിസ്സാവുന്നുണ്ട്. സീക്രട്ട് ഇൻവേഷൻ, നിക് ഫ്യൂരിനെ സെൻട്രൽ ഇതാക്കി വെച്ചിട്ട് സീക്രട്ട് ഇൻവേഷൻ ചെയ്തില്ല. അത് ആക്ച്വലി ഈ സ്ക്രൾസും ക്രീയും തമ്മിലുള്ള പരിപാടി, അതൊക്കെയാണ് സീക്രട്ട് വാഴ്സിൽ വരുന്നത്. ഷേപ്പ് ഷിഫ്റ്റിംഗ് അതായിരിക്കണം. കാരണം കോമിക് ബുക്സും അനിമേറ്റഡ് സീരീസും കണ്ട എക്സ്പീരിയൻസിൽ സീക്രട്ട് വാഴ്സിൽ അതായിരിക്കണം വരുന്നത്. എനിക്കറിയില്ല MCUവിൽ എന്തൊക്കെ ട്വിസ്റ്റാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് ഒരു ന്യൂസാണ്. പിന്നെ ഇറ്റ്സ് ഓൾ ഫാന്റാസ്റ്റിക് ഫോർ റിലേറ്റഡ് സ്റ്റഫ്. ഫാന്റാസ്റ്റിക് ഫോർ, മാർവൽ ഫസ്റ്റ് ഫാമിലി, മാർവലിൻ്റെ ആദ്യത്തെ കുടുംബം എന്നാണ് പറയുന്നത്. കാരണം അതിൽ റീഡ് റിച്ചർഡ്സ്,
സൂസൻ സ്റ്റോം, ജോണി സ്റ്റോം ആൻഡ് ബെൻ ഗ്രിം. ഇവർ 4 പേരാണ് ഫാന്റാസ്റ്റിക് ഫോർ ഉള്ളത്. ഇവർ 4 പേർക്കും എതിരെ ഒരേ ഒരു വില്ലൻ, ദാറ്റ് വാസ് ഡോക്ടർ ഡൂം, വിക്ടർ വോൺ ഡൂം. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ 1 and 2, റൈസ് ഓഫ് ദ സിൽവർ സർഫർ. പിന്നെ ഫാന്റ്ഫോർസ്റ്റിക്. ഫാന്റ്ഫോർസ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണം. കാരണം ദാറ്റ് വാസ് നോട്ട് ഇവൻ എ മൂവി, ദാറ്റ് വാസ് ക്രാപ്പ് ഫെസ്റ്റ്. അത്രേ പറയുള്ളൂ. ഒറിജിനൽ മാർവൽ ഫാൻസ് ആ പടത്തിനെ കൺസിഡർ പോലും ചെയ്യല. അത് ഫാന്റാസ്റ്റിക് അല്ല, ഫാന്റ്ഫോർസ്റ്റിക്, അങ്ങനെ ആ പടത്തിനെ കുറിച്ച് പറയാം. ഞാനടക്കം ഐ സ്റ്റിൽ റിഗ്രറ്റ് വാച്ചിങ് ദാറ്റ് മൂവി ഇൻ തിയേറ്റർ ഗോയിങ്. That was the worst few hours I ever spent on a theater. Now, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത വർഷം ജൂലൈയിലേക്കാണ് റിലീസ് സ്ലേറ്റ് ചെയ്തേക്കുന്നത്. കെവിൻ ഫൈഗി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാസ്റ്റിനെ കാണാൻ പറ്റി. ഈ കാസ്റ്റിനെ കണ്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു ട്വിസ്റ്റ് അനുഭവപ്പെട്ടത്. ബിക്കോസ് എല്ലാവർക്കും അറിയണമല്ലോ, കാരണം വിക്ടർ വോൺ ഡൂം എന്ന് പറയുന്ന കഥാപാത്രമാണ് അടുത്ത ബിഗ് ബാഡെങ്കിൽ. ഹൂ ഇസ് ഗോയിങ് ടു പ്ലേ വിക്ടർ വോൺ ഡൂം? ആൻഡ് അത് റിവീൽ ചെയ്തപ്പോഴത്തേക്ക് കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ഇറ്റ് വാസ് റോബർട്ട് ഡൗണി ജൂനിയർ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, MCU പൊട്ടി പടലമായി ഏകദേശം ഇപ്പൊ പൊട്ടും തീർന്നു MCU. എല്ലാവരും MCU ഇസ് ഡെഡ്, സൂപ്പർ ഹീറോ ഫെറ്റീഗ് എന്ന് പറഞ്ഞ് വിധി എഴുതിയപ്പോഴാണ് ഹ്യൂ ജാക്ക്മാൻ വോൾവറിനായിട്ട് തിരിച്ചു വന്നു. അത് MCUയിലേക്ക് തിരിച്ചു വന്നു. അത് ക്രിയേറ്റ് ചെയ്ത ഹൈപ്പ് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഒരു കോമിക് ബുക്ക് ഫാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോൾവറിൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ ഫേസ് ഓർമ്മ വരിക. അതേപോലെ തന്നെ അയൺമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണി ഷാർക്ക്. ഈ ഇടയ്ക്ക് ഞാൻ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി അസോസിയേറ്റ് ദീസ് ക്യാരക്ടേഴ്സ് വിത്ത് ദീസ് ആക്ടേഴ്സ്. അങ്ങനെയുള്ള ഒരു ആക്ടറായ റോബർട്ട് ഡൗണി ജൂനിയറിനെ ഫാന്റാസ്റ്റിക് ഫോറിലും ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും they have casted as Doctor Doom. Why? എനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പം ഈ ഇമാജിൻ ദിസ്. ഡോപ്പിൾ ഗാങ്ങർ എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പോൾ മൾട്ടിപ്പിൾ എർത്തിൽ വേരിയൻസ് എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്നില്ല. മേ ബി ആ അർത്ഥത്തിൽ ടോണി സ്റ്റാർക്കിനെ വേറെ ആരെങ്കിലും പോലെയായിരിക്കാം, ഇതിൽ വോണ്ടും അങ്ങനെയൊക്കെ പറയാം. ബട്ട് സ്റ്റിൽ ഇമാജിൻ സ്പൈഡർമാൻ, അതായത് ടോം ഹോളൻഡ് സ്പൈഡർമാൻ, പീറ്റർ പാർക്കർ, seeing Wondum without his mask, and he will be so confused. He will be like, what is Mr. Stark doing here? And already സ്റ്റാർക്ക് മരിച്ചത് ടോം ഹോളൻഡ്, പീറ്റർ പാർക്കറിന് ഭയങ്കര ട്രോമ ആയിട്ടിരിക്കുകയാണ്. ഈ സ്റ്റിൽ ഫിഗറിങ് ഇറ്റ് ഓൾ ഔട്ട്. അപ്പോൾ ഈ ടോണി സ്റ്റാർക്ക് മേ ബി മാർവലിന് അതായിരിക്കണം വേണ്ടത്. അവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷണൽ പോയിന്റ്. ആൻഡ് വോണ്ടൂം വാസ് എ മെർസിലെസ് കില്ലർ. ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലൻ. ലൈക്ക് ഇഫ് യുവേഴ്സ് ഈ മെഗാമൈൻഡില്ലേ, നമ്മുടെ മെഗാമൈൻഡിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കെയറി വെർഷനാണ് ഡോക്ടർ ഡൂം. മൈ ഗോഡ്, ഒരുപാടുണ്ട്. ഡോക്ടർ ഡൂമിൻ്റെ കഥ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഹാവ് ടു സ്പീക്ക് എ ലോങ് ടൈം. 1 മണിക്കൂർ ഇരുന്ന് പറയാനുണ്ട് ഡോക്ടർ ഡൂമിൻ്റെ കഥകൾ. ഫാന്റാസ്റ്റിക് ഫോർ കണ്ടവർക്കൊക്കെ ഡോക്ടർ ഡൂം ആരാണ്, എന്താണ് ഡോക്ടർ ഡൂമിൻ്റെ പവേഴ്സ്, കുറച്ചൊക്കെ അറിയാം, എനർജി മാനിപ്പുലേഷൻ അതുപോലത്തെ കാര്യമൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നുമല്ല. ഡോക്ടർ ഡൂമിൻ്റെ ബിഗ്ഗസ്റ്റ് സൂപ്പർ പവർ ഈസ് ഹിസ് ബ്രെയിൻ. ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. ഹിസ് മെയിൻ സൂപ്പർ പവർ ഈസ് ഹിസ് ഇൻ്റലിജൻസ്. സോ അവഞ്ചേഴ്സ് യു ആർ ഗോയിങ് ടു ഹാവ് എ റഫ് ടൈം ഫേസിങ് ഓഫ് സച്ച് എ ഹ്യൂജ് ത്രെറ്റ്. ഫാന്റാസ്റ്റിക് ഫോറിൽ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ആൾ എത്രത്തോളം വലിയ ത്രെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും അവഞ്ചേഴ്സിനെതിരെയും ഡൂം ഫേസ് ഓഫ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഓണസ്റ്റ്ലി ഞാൻ വെയിറ്റിംഗ് ആണ്. അതും റോബർട്ട് ഡൗണി ജൂനിയർ, ഇഫ് ഹീസ് ഗോയിങ് ടു കം ബാക്ക്, അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ബിക്കോസ് ആളുടെ ലെഗസി തീർന്നു. ആസ് ടോണി സ്റ്റാർക്ക് ഹി കെയിം ഫുൾ സർക്കിൾ ആൻഡ് വി ഓൾ ലവ്ഡ് ഹിം 3000. അപ്പോൾ ഇനി ഇവൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇതിനി 2025, 26, 27, 28 മാർവൽ ഇത്രയും കാലത്തേക്കുള്ളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുക, ഓരോ വർഷവും തിയേറ്ററിൽ പോയി കാണുക ഈ കഥകളൊക്കെ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂസ് റിപ്പോർട്ട്സ് ജസ്റ്റ് സെർച്ച് ഫോർ സാൻ ഡിയേഗോ കോമിക്കോൺ 2024 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ന്യൂസ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ റീഡ് ത്രൂ ദാറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ. ഏകദേശം 10 മിനിറ്റ് നീളമുള്ള വീഡിയോ ആയിപ്പോയി. അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.